ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് രാവിലെ റീഡിങ് ഇടാൻ പറ്റിയില്ല. അപ്പം നമുക്കിപ്പോൾ റിലേഷൻഷിപ്പ് റീഡിങ്, ഇന്നത്തെ എനർജി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ഇവൻറ്റ്സുമായിട്ട് മാച്ചിങ് ആണെങ്കിൽ മാത്രം സ്വീകരിക്കുക, അല്ലെങ്കിൽ വിട്ടുകളയുക. നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനെ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഐ ലൈക്ക് യു എന്ന് പറയുന്നൊരു ഓറക്കിൾ കാർഡും ലൈറ്റ്നിങ് എന്ന് പറയുന്നൊരു ഓറക്കിൾ കാർഡുമാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ആരോ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, റൊമാൻസ്, നിങ്ങളുമായിട്ട് ഫ്ലേർട്ടിങ് ചെയ്യുന്നുണ്ട് ആരോ, നിങ്ങളോട് ഡേറ്റ് ചെയ്യാൻ ആൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. രണ്ടാമത്തെ കാർഡ് ലൈറ്റ്നിങ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു ചേഞ്ച് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു ഞെട്ടിപ്പിക്കുന്നൊരു ന്യൂസ്, അല്ലെങ്കിൽ ഒരു സർപ്രൈസ്. ഓക്കെ, ഒരു ചേഞ്ച്, നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതിൽ നിന്നും ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ ഒരു ചാൻസ് കാണുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്ന രണ്ട് കാർഡെന്ന് വെച്ചാൽ നോട്ട് ടുഡേ ആൻഡ് മിറർ എന്നാണ്. നോട്ട് ടുഡേ എന്ന് വെച്ചാൽ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു സംസാരം, ഒരു കോൺവെർസേഷൻ, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ബൈ പേഴ്സണായിട്ടോ, അല്ലെങ്കിൽ മീൻസ് കോൾ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ നോട്ട് ടുഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് വേണ്ട. കാരണം ഇപ്പോൾ ആൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്തിരിക്കുകയാണ്, കുറച്ച് ദേഷ്യത്തിലാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ കമ്മ്യൂണിക്കേഷന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ വേണ്ട എന്നാണ് പറയുന്നത്. നാലാമത്തത് മിററാണ്. മിറർ എന്ന് വെച്ചാൽ നിങ്ങൾ പരസ്പരം മിറർ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് അവർ നിങ്ങളോട് എങ്ങനെയാണോ അതുതന്നെയാണ് നിങ്ങൾ അവരോടും കാണിക്കുന്നത്, അല്ലെങ്കിൽ കാണിക്കേണ്ടത്. മനസ്സിലായോ? അവർ നിങ്ങളോടിപ്പോൾ നാളെ വാലൻറ്റൈൻസ് ഡേയിലാണ് സ്നേഹം പറയുന്നെങ്കിൽ നിങ്ങളും സ്നേഹം പറയുക. അല്ലാതെ അവരുടെ പുറകെ നിന്ന് പോയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇന്ന് വന്നിരിക്കുന്നത് നോട്ട് ടുഡേ എന്നാണ്. നാളെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയുമാണ് എനിക്ക് വന്നിരിക്കുന്ന ഓറക്കിൾ കാർഡ്സ്. പിന്നെ ഈ റീഡിങ്ങിൻ്റെ ഓവറോൾ എനർജി ആയിട്ട് വന്നിരിക്കുന്നത് ഡെവിളാണ്. ഡെവിൾ കാർഡെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, നിങ്ങൾക്ക് ചില പേടികൾ അല്ലെങ്കിൽ ചില ആഗ്രഹങ്ങൾ ഉണ്ടെന്നാണ് ഈ ഡെവിൾ പറയുന്നത്. നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ, ചില ആഗ്രഹങ്ങൾ. ഓക്കെ, അത് നിങ്ങൾക്ക് നടത്താനായിട്ട് പറ്റുന്നുമില്ല, പക്ഷെ അതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട്. എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ഒരു ചില കാര്യങ്ങളെക്കുറിച്ചുള്ള പേടികൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടെന്നാണ് ഡെവിൾ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഷാഡോ സെൽഫിനെ നിങ്ങൾ ഡീൽ ചെയ്യണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഷാഡോ സെൽഫ് എന്താണെന്ന് ചോദിച്ചാൽ ചില പേടികൾ, അല്ലെങ്കിൽ നമ്മൾ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന ചില ഉണർവുകൾ അല്ലെങ്കിൽ വികാരങ്ങൾ എന്നൊക്കെ പറയും. അതിനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഡീൽ ചെയ്യണമെന്നാണ് എനിക്കിവിടെ മനസ്സിലായത്. കാരണം ഇങ്ങനെ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന ഈ ഓരോ വിചാരങ്ങളും അത് എന്ത് തരത്തിലുള്ളവയാണെങ്കിലും അത് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയെയും സ്വാധീനിക്കും. അത് ഉള്ളിൽ നിന്നും വരുന്ന ഒരു ഫീലിങ്സാണ്. അത് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയെയും സ്വാധീനിക്കും. അതിനെ ഏതെങ്കിലും രീതിയിൽ അത് നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. പറ്റിയില്ലെങ്കിൽ അതിന് ശ്രമിക്കുകയെങ്കിലും വേണം. അതായത് ചെറുതിലേ മുതൽ നമ്മുടെ മനസ്സിൽ ഉണ്ടായ ഒരു ടൈപ്പ് ഓഫ് പേടികളായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങളായിരിക്കും, ചിന്തകളായിരിക്കും, നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഷാഡോ സെൽഫാണ്. അതായത് നമ്മൾ പുറത്ത് കാണിക്കാത്ത നമ്മുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങളാണിത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് വെച്ചാൽ അതിന് പല വഴികളുണ്ട്. അത് നമുക്ക് ഇപ്പം മെഡിക്കൽ പരമായിട്ട് ഡീൽ ചെയ്യാം, അല്ലാതെയും ഡീൽ ചെയ്യാം, മെഡിറ്റേഷൻസ് യൂസ് ചെയ്തിട്ട് ഡീൽ ചെയ്യാം, പല രീതിയിലുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം ഒരു കൺട്രോളിങ് കൊണ്ടുവരണം എന്നാണ് എനിക്ക് ഈ ഒരു കാർഡ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇത് ആരുടെ എനർജിയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ബോട്ടം ഓഫ് ദി ഡെക്ക് ഡെവിൾ വരുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എനർജി ലെവൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിനകത്ത് ആദ്യം
വന്നിരിക്കുന്ന ടാരോട്ട് എന്ന് പറയുന്നത് 7 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ 7 ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിരുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു അട്രാക്ഷൻ ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ. അതുപോലെ ഒരു സ്ട്രോങ് ഒരു അടിസ്ഥാനമൊക്കെ ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ പല രീതിയിലുള്ള ആൻസൈറ്റീസ്, ഉത്കണ്ഠകളും ഹൃദയവേദനകളും എല്ലാം അനുഭവിച്ചിട്ടുള്ള ഒരു ബന്ധമാണ് ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റിലേഷൻഷിപ്പിൽ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അതായത് ഇവിടെ ഒരു 3 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അതായത് ഹൃദയം കീറി മുറിക്കുന്നത് പോലെ ഒരു പെയിൻ, അതായത് നിങ്ങളെ ആരോ ഇമോഷണൽ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ചീറ്റിങ്ങിൻ്റെ വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അനുഭവിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. അത് മാത്രമല്ല, ഇവിടെ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഓപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആരോ ഇതിൽ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങളാണോ അതോ നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്, അയാളാണോ എന്നറിയില്ല. പക്ഷേ ഇവിടെ ഒരു ഓപ്ഷൻ, അത് വേണോ ഇത് വേണോ എന്നൊരു ജഗ്ലിംഗ് സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് ക്വീൻ ഓഫ് വാണ്ട്സ് ഉണ്ട്, അതുപോലെ 5 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, 9 ഓഫ് സോഡ്സിൻ്റെ എനർജി കാണുന്നുണ്ട്, അതുപോലെ 2 ഓഫ് പെൻറ്റക്കിൾസ്, ഇതാണ് ഓപ്ഷൻ എടുക്കുന്നത്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ ഒരാൾ വളരെ മെച്ചുറായിട്ട് പെരുമാറുന്നുണ്ട്. അതായത് ആളുടെ ഇമോഷൻസ് എല്ലാം കൺട്രോൾഡാണ്. ഇമോഷണൽ ബാലൻസ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. ഇമോഷൻസ് എല്ലാം കൺട്രോൾഡാണ്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ള ഒരു ഇമോഷണൽ ഡെപ്ത്ത്, അതായത് ആഴത്തിലുള്ള ഒരു ഇമോഷൻ ആവശ്യപ്പെടുന്ന ഒരു ബന്ധമായിട്ടും എനിക്കിതിൽ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം എന്തെങ്കിലും രീതിയിലുള്ള സെപ്പറേഷൻസിലാണെങ്കിൽ, ചെറുതായിട്ടൊരു അകലം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും നിങ്ങൾ തമ്മിൽ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി കാണുന്നുണ്ട്. ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ റിലേഷൻഷിപ്പ് റീഡിങ് ആയതുകൊണ്ടാണ് പറയുന്നത്, ഈ ഒരു ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒടുവിൽ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ന്യൂ ബിഗിനിങ് കാണും. ഓക്കെ, അല്ലാത്ത മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ചിലർക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു ജോബ് ചേഞ്ച്, അല്ലെങ്കിൽ പുതിയൊരു ജോലി കിട്ടുക. ഓക്കെ, അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു ഗെയിൻ ഇൻ ഫിനാൻസ്, കാശ് കിട്ടും എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇതുവരെയുള്ള റീഡിങ് കാർഡുകൾ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, ഇപ്പം കുറച്ച് പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ അടിസ്ഥാനവും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻസും ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ന്യൂ ബിഗിനിങ് നിങ്ങൾക്കുണ്ടാകും എന്നാണ് എനിക്കിതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ.